ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അൺഎംപ്ലോയിഡ് ഫോക്സ്. നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം നൈക്കയിൽ പിങ്ക് സമ്മർ സെയിൽ നടക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ പൊതുവേ നൈക്കയുടെ സെയിൽസ് ഒന്നും മിസ് ചെയ്യാറില്ല. ഞാൻ യൂഷ്വലി നൈക്കയിൽ നിന്നാണ് കൂടുതൽ പ്രൊഡക്ട്സും വാങ്ങുന്നത്. അപ്പോൾ സെയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വിടാറില്ല. അപ്പോൾ ഈ പ്രാവശ്യം സമ്മർ സെയിലിന് അത്യാവശ്യം കുറച്ച് എനിക്ക് വേണ്ട കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. കൂടുതലും ഹെയർ കെയർ പ്രൊഡക്ട്സ് ആണ് ഈ പ്രാവശ്യം. അപ്പം എന്തൊക്കെയാണ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നിറച്ച് പ്രൊഡക്ട്സ് ആണ്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവരുടെ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും നല്ല വെൽ പാക്ഡ് ആയിട്ടേ വരാറുള്ളൂ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഒരു 8 പ്രോഡക്ട്സ് എന്തുകൊണ്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പിന്നെ 2 എണ്ണം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇത് ഒരു ഫേസ് വാഷാണ്, കെമിസ്റ്റാറ്റ് പ്ലേ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഇത് ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ഓയിലി ആക്നി ഉള്ള സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഫേസ് വാഷാണ്. അപ്പം ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സാണ് ഈ പ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. വേറെ ഫസ്റ്റ് ടൈം അല്ല ട്രൈ ചെയ്യണത്. അപ്പം ഓൾറെഡി യൂസ് ചെയ്ത് എനിക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ച് പ്രൊഡക്ട്സാണ്, അതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഒരു ബോഡി സ്ക്രബാണ് തോന്നുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷാണ്, സെയിം ബ്രാൻഡിൻ്റെയാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഈ ബ്രാൻഡ് ഇപ്പോൾ എനിക്ക് മറ്റേ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം ആക്നിയൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ഇതെനിക്ക് തോന്നുന്നു ഒരു ഫ്രീ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ടോട്ട് ബാഗ് ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട് കിട്ടിയത്. അതാണ് തോന്നുന്നു ലവ് ആൻഡ് ബ്യൂട്ടി പ്ലാനറ്റിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചധികം പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ടോട്ട് ബാഗാണ്. വാവ്, നൈസ് കളർ. അപ്പം ഇതാണ് ടോട്ട് ബാഗ്. അത്യാവശ്യം നല്ല കളറാണ്, നല്ലൊരു ലാവൻഡർ കളർ. നൈസ്. ഒരു ടോട്ട് ബാഗ് കിട്ടി. ഇത് ഫ്രീ ആയിട്ട് കിട്ടി കേട്ടോ. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ലവ് ആൻഡ് ബ്യൂട്ടി പ്ലാനറ്റിൻ്റെ കുറച്ച് ഹെയർ കെയർ പ്രോഡക്റ്റ്സാണ്. ഈ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതായിരുന്നു. പിന്നീട് ഞാനത് കെരാട്ടിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിർത്തിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഭയങ്കര ഹെയർ ഫോൾ ആൻഡ് ഹെയർ ഇഷ്യൂസ് ഉണ്ട്. അപ്പം വീണ്ടും അത് തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൊരു ഇതിൽ വാങ്ങിയതാണ്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു സ്കാൽപ്പ് സിറമാണ്. ഇത് വന്നിട്ട് ലവ് ആൻഡ് ബ്യൂട്ടി പ്ലാനറ്റിൻ്റെ കറി ലീവ്സ് ആൻഡ് ബയോട്ടിൻ സ്കാൽപ്പ് സിറം. ഇതിൻ്റെ തന്നെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസി ആയിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ ആയിരുന്നു. അത് നല്ലോണം കുറച്ചു. പിന്നെ ഇതിൻ്റെ സ്മെല്ലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നമ്മൾ കുളിച്ചിറങ്ങി കഴിഞ്ഞ് എല്ലാവരും അവിടെയുള്ള എല്ലാവരും എപ്പോഴും ചോദിക്കും അത് ഏത് ഷാമ്പൂ, ഇതേതാ കണ്ടീഷണർ എന്നൊക്കെ എപ്പോഴും ചോദിക്കുമായിരുന്നു. അപ്പം നല്ലൊരു സ്മെല്ലുണ്ട്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്തിട്ട് പേഴ്സണലി നല്ല റിസൾട്ട്. ഹെയർ ഗ്രോത്ത് ആണെങ്കിലും ഹെയർ ഫോൾ നല്ലോണം കുറച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിസിനെസ് നല്ലോണം കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു പ്രോഡക്റ്റാണ്.
ലെമൺ ബ്യൂട്ടി ബ്രാൻഡിൻ്റെ സ്കാൽപ്പ് സെറം. ഓക്കെ, ഇത് സെയിം ബ്രാൻഡിൻ്റെ ഒരു ഹെയർ സിറമാണ്. സയൻറ്റിഫിക്കൽ റീസൺസ് ഒന്നും അറിയില്ല, പക്ഷേ എനിക്ക് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആട്ടോ ഇതൊക്കെ. പിന്നെ ഇതിൻ്റെ തന്നെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ. ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്ട്സ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇത് നല്ല പോലെ വർക്ക് ചെയ്യും. ഹെയർ ഫാൾ കുറയ്ക്കും, ഹെയർ ഫ്രിസിനെസ് കുറയ്ക്കും, ഹെയർ ഗ്രോത്തും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല പ്രൊഡക്റ്റാണ്, വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതിപ്പോൾ ഒരു 3 ബോട്ടിൽസും കണ്ട് തീർത്തിട്ടുണ്ട്, ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ 4th സെറ്റ് ഓഫ് ബോട്ടിൽസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും എനിക്കിഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ അങ്ങനെ റീപർച്ചേസ് ചെയ്യാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ഒരുപാട് ഫ്രിസി ആയിട്ടുള്ളൊക്കെ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഒരു ഫ്രീബി, ഒരു കുഞ്ഞ് സൺസ്കൂപ്പിൻ്റെ അൾട്രാമാറ്റ് ഡ്രൈ ടച്ച്. ദെൻ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കൊളോസൽ ബോട്ടിൽ ലൈനറാണ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഹൈപ്പർ കളർ, മെബ്ലിൻ്റെ ഹൈപ്പർ കളർ മസ്കാരയും. ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ സമ്മർ സെയിലിന് വാങ്ങിയത്. ആൻഡ് ഇതിൽ മോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ട്സും ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രൊഡക്ട്സാണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തുള്ളൂ. ബട്ട് അത് ഒരുപാട് നല്ല റിവ്യൂസൊക്കെ കിട്ടിയിട്ട് വാങ്ങിയതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അത്രയുള്ള വീഡിയോ. ബൈ.